ഭരണിക്കാവ് സ്ത്രീവിലാസത്തിൽ മാലിനിയുടെ പുരയിടത്തിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം പെരുമ്പാമ്പിനെ പിടികൂടിയത്. രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെരുമ്പാമ്പിനെ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് കൗൺസിലറും പുനലൂർ നഗരസഭാ ഉപാധ്യക്ഷനുമായ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അഞ്ചൽ RRT ടീമിനെ വിവരമറിയിച്ചു. രാത്രിയോടെ RRT സംഘമെത്തിയാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് പെരുമ്പാമ്പിനെ പിടികൂടാനായത്. അതുകൂടി വരുന്നില്ലേ? ഇവനെ ചാടി വരുവേ അങ്ങോട്ട് മാറ്റി വെട്ടണ്ടേ? ചാക്ക അങ്ങോട്ട് പിടിച്ചു കൈനൂടെ പോയി. എന്തോ തിന്നിട്ടുണ്ടോ? ആ ലൈറ്റ് എന്ത് ചെയ്യും? അടിക്കും. ലൈറ്റ് മോന്തൊക്കെ ഇട്ട് അടിക്കണ്ട കേട്ടോ. കേരളത്തിൽ ആ തുമ്പിച്ച് പിടിച്ചു വിളിച്ചു. ലൈറ്റില്ല. ലൈറ്റ് അല്ല, അവിടെ മോന്തൊക്കെ അടിച്ചാൽ പിന്നെ തിരിയത്തില്ല. ആ കയറും. ആ തലയ്ക്ക് പിടിച്ചേ പറ്റത്തുള്ളൂ. വെട്ടത്തോടാക്കിയാലോ? ആ വെട്ടം. കണ്ണടിച്ച് ചേർക്കാം. കണ്ണടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കില്ല. ഇവയെ സുരക്ഷിതമായ വനമേഖലയിൽ തുറന്നുവിടുമെന്ന് സംഘം അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 5ഓളം പെരുമ്പാമ്പുകളെയാണ് വിവിധ മേഖലകളിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കലയനാട് ഭാഗത്തു നിന്നും അണലി ഇനത്തിൽപ്പെട്ട വലിയ പാമ്പിനെയും പിടികൂടിയിരുന്നു. പുനലൂർ KSRTC ജംഗ്ഷൻ, പൊയ്യാനിൽ ആശുപത്രിക്ക് സമീപം, ശാസ്താംകോണം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമ്പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട്. മഴയായതോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന പെരുമ്പാമ്പുകൾ വളർത്തുമൃഗങ്ങൾക്കും ജനജീവിതത്തിനും അപകടകാരികളാണ്. വെളിച്ചക്കുറവുള്ള മേഖലകളിൽ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കരുതെന്നും പുരയിടങ്ങളിലും വീടിന് സമീപത്തുമുള്ള കാടുപടർപ്പുകൾ നീക്കം ചെയ്യണമെന്നും RRT സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീകുമാർ, RRT അസിസ്റ്റന്റുമാരായ ബാബൻ, സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.